നമ്മളൊക്കെ അമ്മയുടെ സ്നേഹവും കരുതലും ആവോളം അനുഭവിച്ചിട്ടുള്ളവരാണ്. മക്കളൊന്ന് വീണാൽ അവരുടെ നെഞ്ചു നീറും. ഒരു ചെറിയ മുറിവ് കണ്ടാൽ അമ്മയുടെ ഉള്ളു പിടയും. അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് അമ്മ. എന്നാൽ ഇക്കാലത്ത് ചില വെറുക്കപ്പെട്ട സ്ത്രീകളുണ്ട്. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെപ്പോലും കുരുതി കൊടുക്കുന്നവർ. അവർക്ക് കുഞ്ഞുങ്ങളുടെ സുരക്ഷയേക്കാൾ കാമുകന്റെ സുഖമാണ് വലുത്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും രണ്ടാനച്ഛനും പിടിയിലായ സംഭവം ഞെട്ടലോടെയാണ് കേട്ടത്. നെടുമങ്ങാട് സ്വദേശികളായ അഖില, അഷ്കർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. തുടർച്ചയായി മർദ്ദനമേറ്റതും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെടുമങ്ങാട് പനമൂരുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. കുട്ടിയുടെ മാതാവ് അഖില ദിവസങ്ങളായി ജോലി ആവശ്യാർത്ഥം തമിഴ്നാട്ടിലായിരുന്നു. 1.5 വയസ്സുള്ള മകൻ അർഷാദും രണ്ടാനച്ഛൻ അഷ്കറും മാത്രമായിരുന്നു ഈ ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 പനമൂരുള്ള ആംബുലൻസ് ഡ്രൈവറും ബന്ധുവുമായ അൻസിലിനെ വിളിച്ച അഷ്കർ കുട്ടിക്ക് ഗുരുതരമാണെന്നും ആംബുലൻസുമായി എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് പനമൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് SIT ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ കാൽപാദങ്ങളിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി പൊള്ളലേറ്റ പാടുകളും മറ്റ് മുറിവുകളും കണ്ടെത്തിയതോടെ പോലീസിനെ വിവരം അറിയിച്ചത്. ജനനേന്ദ്രിയത്തിലടക്കം മുറിവുകളുണ്ടെന്ന് ഇൻക്വസ്റ്റിൽ കണ്ടെത്തി. സിഗരറ്റ് വെച്ച് കുത്തിയതുപോലുള്ള വട്ടത്തിലുള്ള പാടും ശരീരത്തിലുണ്ട്. ചോറ് കൊടുക്കുന്നതിനിടെ കുഞ്ഞ് ഛർദ്ദിച്ചെന്നും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നുമാണ് അഷ്കർ പോലീസിന് നൽകിയ മൊഴി. കുഞ്ഞിന് ക്രൂരമർദ്ദനമേറ്റിരുന്നതായി വ്യക്തമായതോടെയാണ് അഖിലയെയും അഷ്കറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പാലോട് സ്വദേശിയായ അഖിലാണ് കുട്ടിയുടെ പിതാവ്. കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് അഖിലും ബന്ധുക്കളും രംഗത്ത് വന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വിട്ടു നൽകിയ മൃതദേഹം പിതാവിന്റെ പാലോടുള്ള വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 1.5 മാസം മുൻപ് കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. കളിപ്പാട്ടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്നായിരുന്നു അമ്മയുടെ മൊഴി. ഇതിലും ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.